അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. രാസവള വില വർധനവിനെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം അവറാച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 90കളിൽ നമ്മുടെ രാജ്യം ഒരു കരാറിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം വസ്തുതയാണ്. അകപ്പെട്ടു എന്ന് പറയുന്നതാണ് അതിനുള്ള ശരിയായ വാക്ക്. ആ കരാറിൽ അകപ്പെടുമ്പോൾ ഒരു ചാക്ക് ഫാക്ട് എംബോസ് വള്ളത്തിന്റെ വില, ഞാൻ ഫാക്ട് എംബോസിന്റെ ആളൊന്നുമല്ല, ഒരു ചാക്ക് ഫാക്ട് എംബോസ് വള്ളത്തിന്റെ വില 83 രൂപ 33 പൈസയാണ്. ഇന്ന് ഒരു ചാക്ക് ഫാക്ട് എംബോസ് വള്ളത്തിന്റെ വില 2050 രൂപയാണ്. അപ്പൊ സ്വർണത്തിനാണോ വളത്തിനാണോ വില കൂട്ടിയത്? കണക്കൂട്ടിയാൽ വളത്തിനാണ് വില കൂടിയത്. മനസ്സിലേക്ക് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ഇന്ത്യയിലുള്ള ആളുകൾ. ഇന്ത്യ വലിയ ക്ഷാമം കണ്ട രാജ്യമാണ്. കൽക്കട്ട ക്ഷാമം, ബോംബെ ക്ഷാമം പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ മരണപ്പെട്ടു പോയ അനുഭവമുള്ള ചരിത്രമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവള വില വർധന ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെയാണ് വില കുതിച്ചുയരുന്നത്. നെൽകർഷകർ ആശ്രയിക്കുന്ന ഫാക്ട് എംബോസ് ഒരു ചാക്കിന് 50 രൂപ വർദ്ധിച്ച് 1475 രൂപയിൽ നിന്നും 1525 വില ഇനിയും ഉയരാനാണ് സാധ്യത. പൊട്ടാഷ് 50 കിലോ ചാക്കിന് 1800 രൂപ എന്നത് 1975 രൂപയായി. യൂറിയ 45 കിലോ ചാക്കിന് 267 രൂപയാണ്. വേനൽ മഴയ്ക്ക് പിന്നാലെ കൃഷി തുടങ്ങിയ വേളയിലുണ്ടായ വില വർധന കർഷകർക്ക് കനത്ത ആഘാതമായതിനാൽ പലരും ഒന്നാം വിള ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. B ഷിറാസ്, MH അബ്ദുൾ സലാം, E ഉമാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഏരിയ ട്രഷറർ MS സിദ്ധൻ സ്വാഗതവും PE ബാബു നന്ദിയും പറഞ്ഞു.